സ്കാഫ്മിനോ സോഹോ പാർട്ട്ണർ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സോഹോൻ്റെ ഇ-കൊമേഴ്സ് സെറ്റപ്പ് ആയിരുന്നു നോക്കിയത്. ഇപ്രാവശ്യം നമുക്ക് സെയിൽസ് സെക്ഷനിലോട്ട് പോകാം. സെയിൽസ് സെക്ഷനിൽ നമുക്ക് ഫസ്റ്റ് ക്യോട്ടാണ് വരുന്നത്. ക്യോട്ട് നമ്മുടെ നോർമൽ ERP സോഫ്റ്റ്വെയറിലുള്ള പോലത്തെ ക്യോട്ടസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് എസ്റ്റിമേറ്റേഴ്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. പക്ഷേ നിലവിൽ നമുക്കത് ഇ-കൊമേഴ്സിൽ ആക്റ്റീവ്ഡ് അല്ല. രണ്ടാമത്തെ സെക്ഷനാണ് ഓർഡേഴ്സ്. ഓർഡേഴ്സിലാണ് നമുക്ക് കിട്ടുന്ന എല്ലാ ഓർഡേഴ്സിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഓർഡേഴ്സിൻ്റെ സ്റ്റാറ്റസ് വൈസിലുള്ള റിപ്പോർട്ട്സ് ആയിട്ടാണ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പെൻഡിങ് ആയതുണ്ട്, ക്ലോസ്ഡ് ആയതുണ്ട്, കൺഫേംഡ് ആയതുണ്ട്, ഇവിടെ ക്യാൻസൽഡ് ആയതും അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസുകളും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഡാറ്റ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്കത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും, അതേപോലെ Excel ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഈ സ്റ്റാറ്റസ് വൈസിൻ്റെ പുറമെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പേയ്മെൻറ്റിൻ്റെ റിപ്പോർട്ട്സും അറിയാൻ പറ്റും. പേയ്മെൻറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ പേയ്മെൻറ്റ് റിസീവ്ഡ് ആണ്, അതേപോലെ ഷിപ്പ്ഡ് ആണ്. പിന്നെ റീഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്താണെങ്കിൽ റീഫണ്ടഡ് ഉണ്ടാവും. അത് പാർഷ്യലി റീഫണ്ടഡ് ആണ് എന്നുള്ള രീതിക്കാണ്. ഫുള്ള് റീഫണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിരിക്കും ആ ഒരു സെയിൽസ് ഓർഡറിന് അഗെയിൻസ്റ്റ് അവിടെ സ്റ്റാറ്റസ് കാണിക്കുക. പിന്നെ സെയിൽസ് ഓർഡറിൻ്റെ എമൗണ്ട് ഉണ്ടാവും, അതേപോലെ ഡേറ്റും ഉണ്ടാവും. ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഓർഡർ സെക്ഷനിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഓർഡറിൻ്റെ ഒരു പെൻഡിങ് ഓർഡർ കൺഫേം ചെയ്യുന്നത് ജസ്റ്റ് ആ ഓർഡർ ടിക്ക് ചെയ്തിട്ട് മാർക്ക് ആസ് കൺഫേംഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോപ്പ് വരും. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഡർ കൺഫേംഡ് ആയി. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറിന് എന്ത് ചെയ്യും, അവിടെ അലേർട്ട് ചെല്ലും. സെല്ലർ ഓർഡർ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിക്കായിരിക്കും അവിടെ അലേർട്ട് ചെല്ലുക.